ഹായ് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല, പനിയായിരുന്നു ആക്ച്വലി. ഇന്ന് അവളില്ല കേട്ടോ. അവൾ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യാൻ രാവിലെ ഹായ് ഗൈസ് കുറച്ച് വീഡിയോസ് അയച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഞങ്ങൾ കുറച്ച് ദിവസമായി ആക്ച്വലി വീഡിയോ എടുത്തിട്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ആൺകുട്ടൻ്റെ പനിയാണ്, റുഹാൻ്റെ പനി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റുഹാൻ്റെ പനി വന്നു, പിന്നെ എനിക്കും വന്നു, ആദിക്കും വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിലാണ്. നാട്ടിലെ വീട് ആക്ച്വലി മല്ലശ്ശേരി എന്നാണ് പറയുന്നത്. സോ ഞങ്ങളിപ്പോൾ ഇവിടെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഞങ്ങൾ കട്ട് ഷോട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും അല്ലേ? ആണോ? ഹായ് ഗായ്സ് എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് തന്നെ ഹായ് ഗായ്സ് പറഞ്ഞു. വീഡിയോ ഓണാക്കിയപ്പോൾ അത് പറയുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മളെന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കോട്ടെ. ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി ഇത് ഞങ്ങൾ ക്യാമലാണ് ഉദ്ദേശിച്ചത്. ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ട്രീ കൊള്ളാമോ? അടുത്ത ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തോ ഉണ്ടാക്കണം. വീട് വെക്കാം നമുക്ക്. എയറോപ്ലെയിൻ എനിക്ക് അറിയത്തില്ല. എനിക്കറിയത്തില്ല. നമുക്ക് ഹൗസ് ഉണ്ടാക്കാം. ഞങ്ങൾ അടുത്ത ഹൗസ് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഹൗസ് ഉണ്ടാക്കാൻ. ഹായ് ഗൈസ്. എന്താണ് ഗൈസ്? ചിങ്കു ചങ്കു എവിടുന്നോ പഠിച്ചോ എനിക്കറിയത്തില്ല. അങ്ങനെ പറയല്ലേ ഞാനോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും അയ്യേ ഇങ്ങനെയൊക്കെയാണോ ബേബിനെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചു. ഞാനോ ഞാൻ പറയല. ഇങ്ങനെയാണ് ഞങ്ങൾ വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ വീടുണ്ടാക്കാം. ഇല്ല അവിടെ ഒന്നും വെക്കണ്ട. സോ ഇന്ന് നമുക്ക് ആക്ച്വലി പറയാനായിട്ട് എനിക്ക് പറയാനായിട്ട് ആക്ച്വലി വലിയ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇല്ല. കാര്യം ഇന്നിപ്പോൾ ഹർത്താലാണ്. ഞാനും ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്നും ചെയ്യാനൊന്നും ഇല്ല. ഇന്ന് കുക്കിങ്ങൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പനിയല്ല, ഈ ചുമയൊന്നും വിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. രാവിലെ ഒന്ന് എയർപോർട്ടിലൊക്കെ പോകണമെന്ന് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടുണ്ട് കൊച്ചിയിലുള്ള. പുള്ളി ഇവിടെ വന്നു. അപ്പോൾ പുള്ളിയെ പിക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പുള്ളിയും ഫാമിലി എല്ലാവരും വന്നപ്പോഴത്തേക്കും ഞാൻ പിക്കപ്പ് ചെയ്യാനൊക്കെ പോയിട്ട് വന്ന് ഇവിടെ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു റീല് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒരു റീല് കണ്ടു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണത്. ഒരുപാട് ലോങ് ആയി പോകുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ മാക്സിമം ഷോർട്ട് ചെയ്ത് പറയാം. അപ്പോൾ കണ്ട വീഡിയോ ഇതാണ്. ഹൗ ഫ്രണ്ട്ഷിപ്പ് ചേഞ്ചസ് ഇയേഴ്സ് കഴിയുമ്പോൾ. ഞാൻ കണ്ട വീഡിയോയിൽ 2006 ഫ്രണ്ട്സെ അളിയ ഞാൻ വന്ന് വിളിക്കാം, അല്ല 2016 ഇൻ 2026 വെൻ വി കോൾ ദേ വിൽ സേ അളിയ ഞാൻ പിന്നെ വിളിക്കാം, തിരക്കിലാണ്, ഒരു 5 മിനിറ്റ് കേട്ടോ, അല്ലെങ്കിൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കാം. ഹൗ ഫ്രണ്ട്ഷിപ്പ് ചേഞ്ചസ്, അതാണ് അതിൻ്റെ വീഡിയോ. പക്ഷേ ഇതിപ്പോൾ പറയുന്ന എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, എത്ര പേർക്ക് ഇത് കത്തും എന്ന് ഒരു 2 ഒപ്പീനിയനുള്ള ഒരു തോട്ടായിരിക്കാം. ചിലപ്പോൾ 2, 3, 4 ഒപ്പീനിയനുള്ള തോട്ടായിരിക്കാം. പക്ഷേ ഇത് എൻ്റെ തോട്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തരുൺ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ന്യൂസിലൻഡിലാണ്, പപ്പൻ. കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരെയും പേര് പറയാൻ, അളിയന്മാരെ എല്ലാവരെയും പേര് പറയാത്ത ഇനി കലിപ്പ് തോന്നരുത്. ജസ്റ്റ് കുറച്ച് പേര് പറയുന്നതാണ്. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗോപാൽ. അവനൊരു ചെറിയ ഇത് പറ്റി, ഇപ്പോൾ ആളില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. കുറച്ച് പേരൂടെയൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് പേരുണ്ട്. ചിലരൊന്നും ഭയങ്കര ക്ലോസ്
ആയിട്ടുള്ളവരല്ലായിരുന്നു. പിന്നെ അങ്ങ് ഭയങ്കര, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബഹ്റിനിൽ, ഭയങ്കര ഫേമസ് ആട്ടോ, രാഹുൽ രമാകാന്തൻ ആൻഡ് നിധു. അപ്പോൾ ഈ രാഹുൽ രമാകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അത്ര തിക്ക് ഫ്രണ്ട്സ് ഒന്നും അല്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇടയിൽ ഡെവലപ്പായി. ബേസിക്കലി അവ ഒരു കാർബരാന്തനാണ്, ഞാനൊരു കാർബരാന്തനാണ്. അങ്ങനെയാണ് നമ്മുടെ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സാണ് അപ്പോൾ ഈ പറയുന്ന കണക്കുള്ളത്. പക്ഷേ ഞാൻ എല്ലാവരെയൊന്നും എപ്പോഴും വിളിക്കാറില്ല കേട്ടോ. ഈ തരുണൊക്കെ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ അളിയ ഞാൻ തിരക്കാണ്, ഞാൻ പിന്നെ വിളിക്കാം. അവൻ നാട്ടിൽ ഉണ്ടെങ്കിൽ അളിയ എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പം ഞാൻ പറയും അളിയ ഞാൻ എന്താ വരുന്ന എന്ന് പറയും. പക്ഷേ ഈ നാട്ടിലില്ലാത്തപ്പോഴും അവൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ ഉള്ളപ്പോഴും എനിക്കിങ്ങനെ പറ്റാറില്ല. പക്ഷേ ഞാൻ പറയുന്ന ഇതൊന്നുമല്ല, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അവൻ വിചാരിക്കത്തില്ല, എനിക്ക് 100%, അവനല്ല, എൻ്റെ ഈ ക്ലോസ് സർക്കിളിലുള്ള അങ്ങനെ ആരും വിചാരിക്കത്തില്ല. കാര്യം അറിയാം, അവർക്കൊക്കെ അറിയാം ഞാനൊരു ലെസ് ഫോൺ യൂസറാണ്. ലെസ് ഫോൺ യൂസർ എന്നല്ല, ഇൻസ്റ്റാഗ്രാമൊക്കെ തോണ്ടിയിരിക്കാറുണ്ട്. എന്നാലും ഞാൻ ഇച്ചിരി ഓട്ടമാണ്. എനിക്ക് എപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് സ്പെഷ്യലാണ്, അതെല്ലാവരും മനസ്സിലാക്കണം. അതിന് എത്ര വിളിക്കാത്തവരാണ് ഈ പറഞ്ഞ കണക്ക് അളിയ ഞാൻ വന്ന് വിളിക്കാം എന്ന് പറയുന്നതിൽ നിന്ന് അളിയ ഒരു 5 മിനിറ്റ് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞാൽ പോലും, ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ തരുണിൻ്റെ കാര്യം പറയാം. തരുണിനെ തന്നെയാണ് എക്സാമ്പിൾ ആക്കുന്നത്, വേറെ ആരും എക്സാമ്പിൾ ആക്കുന്നില്ല. ഇപ്പോൾ തരുണിനെ തന്നെ പറയാം. അവൻ ഈ വീഡിയോ കാണുമ്പോൾ ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ചില മൊമെൻറ്റ്സ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൂഡി എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ്, ആര്യ എന്ന് പറഞ്ഞാൽ തരുണിൻ്റെ വൈഫാണ്. ഇവർ രണ്ടുപേരും ചോദിക്കും നിനക്കൊക്കെ തമ്മിൽ എന്തോ ഇത്രയും വലിയ ബോണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല, എന്നാന്നറിയത്തില്ല. ഒരു മാരക ബോണ്ടിങ്ങാണ് അത്. ചിലപ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ദൈവമേ ഇവനും ഞാനും കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ആയിരുന്നു കാണുമായിരിക്കും. ഒരു പിടിയില്ല, കാര്യം ഭയങ്കര ഫ്രണ്ട്സാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഇവന്മാർ രണ്ടുപേരെയും കാര്യം പറയാം. ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് ഇത് പറ്റി, ഗോപാലും തരുണും. ഇപ്പോൾ ഗോപൻ നാട്ടിലുണ്ട്, തരുൺ ബഹ്റിനിലാണ്. ഗോപൻ ഇങ്ങനൊരു ഇത് പറ്റി ഇപ്പോൾ ഞാൻ ആദ്യം വിളിച്ച് ചൂടിയപ്പത്ത് പറഞ്ഞു, എന്നിട്ട് ഞാൻ തരുണിനെ വിളിച്ചു. അവൻ പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. കാര്യം അവനറിയാം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് പ്രോസസ്സ് ചെയ്യത്തില്ല. ഞാനത് ഇങ്ങനെ എന്നെ അത് ഭയങ്കരമായിട്ട് അലട്ടും പിന്നെ. അപ്പോൾ അങ്ങനെ വരുന്ന ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ തരുൺ എന്നെ പിന്നെ കൂടെ വിളിച്ചുകൊണ്ടിരുന്നു കുറേ നേരം. പക്ഷേ എനിക്ക് നേരെ എടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. ഒരു 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാതെ ആയപ്പോഴത്തേക്കും 3ാമത്തെ പ്രാവശ്യം വിളിച്ചു, അതെ നീ എവിടാ? ഞാൻ പറഞ്ഞാലേ ഞാൻ പൊക്കോണ്ടിരിക്കുക, ഫോൺ സൈലൻ്റ് ആയിരുന്നു. അളേ നീ ഒരു വിഷമത്തിൽ, അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വഴി അവനും പരിചയപ്പെട്ട് അവന് നല്ല കമ്പനിയാണ്. അളേ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ എന്നാൽ ടിക്കറ്റ് നോക്കണമെങ്കിൽ നോക്കാം, ഞാൻ വേണമെങ്കിൽ നാട്ടിലോട്ടൊന്ന് വരാം. അവൻ ഈ പറഞ്ഞ കണക്ക് അവൻ ഭയങ്കര ഫിനാൻഷ്യലി അടിപൊളിയായിട്ടൊന്നും ഇരിക്കുകയല്ല. എന്നാലും ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന എൻ്റെ അടുത്ത് ഇതാ, അളേ ഞാൻ നാട്ടിലോട്ട് വരണോ, നീ എന്നാ പറ, ഞാൻ പറഞ്ഞാൽ അവൻ വരും. ഞാൻ പറഞ്ഞ അവൻ്റെ ഇനി എത്ര പൈസ ഇല്ല, എന്ത് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാലും അവൻ വരും, അവൻ വന്നിരിക്കും, എനിക്കതറിയാം. അതേപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് ഗോപാലും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചു പോയപ്പോൾ അന്ന് എൻ്റെ സിറ്റുവേഷൻ വളരെ, കാര്യം എനിക്കതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം അമ്മയുടെ അടുത്താണ് ആദ്യം പറയുന്നത്. അമ്മമാസ് ബോയ് ആണോയെന്ന് ചോദിച്ചാൽ ആണ്, ഡാഡാസ് ബോയ് ആണ് എന്ന് ചോദിച്ചാലും ആണ്. പക്ഷേ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ മരിച്ചപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് അന്ന് എനിക്ക് തരുണിനെ വിളിച്ചപ്പോൾ തരുൺ ആദ്യം പറഞ്ഞത് ആളെ ഞാൻ വരട്ടെ, ഞാൻ ടിക്കറ്റ് എടുക്കാം, ഞാൻ വരാം, നീ വിഷമിക്കാതിരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത ഗോപാലിനെ വിളിച്ച് ഞാനിത് പറഞ്ഞ് അവൻ പറഞ്ഞ ആളെ നീ വിഷമിക്കാതിരി എന്ന് പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ഫോണിലോട്ട് കോൾ വന്നു. എവിടെയാടാ? ഞാൻ പറഞ്ഞാളേ ഞാൻ ഹോസ്പിറ്റലിലിരിക്കുക. ആടാ ഞാൻ താഴെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ മുകളിലോട്ട്. ഞാൻ പറഞ്ഞടാ ഇല്ല കുഴപ്പമില്ല, ഇതെല്ലാം നാളെ, നീ എന്തിനാ ഇപ്പോൾ വന്ന്? ഇല്ലടാ ഞാൻ വരാം, അതിൽ നീ താഴോട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ആളെയാ വാ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഒരു റൗണ്ട് അടിച്ച് അവിടെ ബാക്കി ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സൊക്കെ കിടക്കുകയാണ്. അപ്പോൾ കാറിലൊരു റൗണ്ട് അടിച്ച് കുറേ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് എന്ന് പറഞ്ഞാൽ, കാര്യം ഇപ്പോൾ തരുൺ, ഞാൻ കണ്ണൂർ ഒരു വലിയ അടി ഉണ്ടാക്കി, ഒരു പാർട്ടിക്കാരനൊക്കെ ആയിട്ട് ഉടക്കി, അവൻ എന്നെ എന്തോ പോകുന്ന വഴിയിൽ എന്തൊക്കെയോ ചെയ്യും, നീ തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു വലിയ അടിയായി. ഒരു ഇച്ചിരി റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലുള്ളൊരു പുള്ളിയാണ്.
അപ്പോൾ ഞാനത് ഏതാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അടിയായി. തരുൺ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നീ ലൈവ് ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചേ. ഞാൻ പറഞ്ഞു ആളെയാ ലൈവ് ലൊക്കേഷൻ അയക്കാം. ഞാൻ പറഞ്ഞാടാ അവൻ ഒന്നും ചെയ്യത്തില്ല, നീ വിട്. ഇല്ല നീ ലൈവ് ലൊക്കേഷൻ അയക്ക്. ഞാൻ ഓക്കെ ലൈവ് ലൊക്കേഷൻ അയച്ചു. ഞാൻ വീണ്ടും വണ്ടി ഓടിച്ച് വരികയാണ്. കുറച്ച് നേരം സംസാരിച്ച് വണ്ടി ഓടിച്ച് വരികയാണ്. ഞാൻ ഇവിടെ ചായ കുടിക്കാതെ നിർത്തി വണ്ടി ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടേക്കുക. പെട്ടെന്ന് വാട്സാപ്പിൽ കോൾ വരിക തരുണ്ട. നീ എന്ത് വണ്ടി നിർത്തി ഇട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞ അളയാ ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങിയത്. ചായ കുടിക്കാൻ ഇറങ്ങി നീ എന്നെ ഒന്ന് വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞാ നീ ടെൻഷൻ അടിക്കണ്ട. ഈ പറഞ്ഞ കണക്ക് കണ്ണൂരിന്ന് തിരുവനന്തപുരം വരെ ഏകദേശം 10, 14, 15 മണിക്കൂറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 15 മണിക്കൂറും ലൊക്കേഷൻ്റെ ഇത് തീരുമ്പോൾ അപ്പം വിളിക്കും. അളയാ ലൊക്കേഷൻ്റെ ഇത് തീർന്നൊന്നുകൂടെ ഇട്ടെ. ഇങ്ങനെ വിളിച്ച് ഈ 15 മണിക്കൂറും അവ അത് നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ വണ്ടി നിർത്തി അപ്പം വിളിക്കും. അളയാ നീ എന്തോ ചെയ്യുക? ഞാൻ ലിറ്ററലി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ കൂടെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ പറയുന്നത്, നിങ്ങൾ എന്നും വിളിക്കും. ഞാൻ ഈ തരുണിനെ ആണെങ്കിലും ഗോപാലിനെ ആണെങ്കിലും ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം 5 പ്രാവശ്യം ഒക്കെ ആയിരിക്കും. ഗോപാലിനെ ഞാൻ പിന്നെ കൂടുതൽ വിളിക്കുമായിരുന്നു. കാര്യം നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ബിസിനസ് ആയതുകൊണ്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തരുണിനെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ആയിരിക്കും വിളിച്ചൊരു ലോങ് കോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ച് 5 മിനിറ്റ് ഫോൺ വയ്ക്കും. പക്ഷേ ഈ 5 മിനിറ്റ് ആയാലും 1 മാസത്തിൽ ഒരിക്കലായാലും 1 വർഷത്തിൽ ഒരിക്കലായാലും, ഞാൻ എൻ്റെ ഫ്രണ്ട് പപ്പനെ കാണുന്ന 1 വർഷത്തിൽ ഒരിക്കലാണ്, എന്തോ ആന്നേലും ആ ഒരുമിച്ചുള്ള സമയം അല്ലെങ്കിൽ ഒരുമിച്ച് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ചില ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് പാർട്ടാണ്. അത് പെമ്പിള്ളേരിൽ ഞാൻ ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്തോ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഈ ആമ്പിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാണല്ലോ അത് വേറെ ലെവലാണ്. അത് ഇച്ചിരി വേറെ ലെവൽ. പെമ്പിള്ളേർ ഇപ്പോൾ ഇതിന് റിബലായിട്ട് ചിലപ്പോൾ തോന്നും. അത് അങ്ങനെ അല്ല കേട്ടോ. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുക. നമ്മൾ ഈ പയ്യന്മാരുടെ ഒരു ബോണ്ടിങ് ചില സമയത്തെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു നോട്ട് നോക്കാൻ മതി. അളിയ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അവരറിയാം ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നു. ഇതൊരു ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരും വിചാരിക്കില്ല അയ്യോ അവൻ ബിസിയാവും, ഇപ്പോൾ അങ്ങ് വലിയ ആളായിപ്പോയി അതുകൊണ്ട് വിളിക്കാത്ത അതൊക്കെ വിചാരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണിത്. ഒന്നും ആയിട്ടില്ല, ഒരു പുല്ലുമായിട്ടില്ല. നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആ ദിവസം നിങ്ങൾ ഈ വിചാരിക്കുന്ന സാധനങ്ങൾ മൊത്തം മാറും. എന്നിട്ട് ചിന്തിക്കാൻ പോകുന്ന എൻ്റെ മോനെ 1 വർഷത്തിൽ ഒരിക്കലെങ്കിൽ 1 വർഷത്തിൽ ഒരിക്കൽ നീ വന്നാൽ മതി, അന്ന് ഇതേ കണക്ക് അടിച്ച് പൊളിക്കണം, ഇതും പറഞ്ഞായിരിക്കും പിരിയുന്നത്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് നിങ്ങളിങ്ങനെ ആയിപ്പോയോ നമ്മളെങ്ങനെ ആയിപ്പോയാലും. എല്ലാവർക്കും തിരക്കുകൾ വരും. നിങ്ങൾക്ക് വരും, എനിക്ക് വരും, നമ്മുടെ ഫ്രണ്ട്സിന് വരും, നിങ്ങളുടെ ഫ്രണ്ട്സിന് വരും, എല്ലാവർക്കും വരും. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആ ഒരു ഡേ എന്നും വിളിക്കുന്നില്ല അല്ലെങ്കിൽ എന്നും സംസാരിക്കേണ്ട ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ദിവസം സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ കാണും, അന്ന് നമ്മൾ പൊളിക്കും. അന്ന് അതത്രയേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ അതങ്ങനെയാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് തരുണാണെങ്കിലും ഗോപനാണേലും പപ്പനാണേലും ആരാണേലും ഇതൊക്കെ എന്തോ പറയാനായിട്ട് എത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഷഹബാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവനെ കണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ കണക്ക് അന്ന് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അവനെ വിളിച്ചതും സംസാരിച്ചതും കണ്ടത്. ആ ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. ഒരു വിഷമവും ഇല്ല, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷമവും ഇല്ല. അളിയാ ഇതാന്ന് പറഞ്ഞ് എത്ര നേരം സംസാരിച്ചെന്നിരുന്നേ അറിയാമോ. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. കാര്യം എന്നാ നമുക്ക് ആ പറഞ്ഞ കണക്കാ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഗോവൻ്റെ സമയത്ത് എന്നെ കുറേ പേര് ഫ്രണ്ട്സ് വിളിച്ചു. ചിലരൊക്കെ ഓക്കെ എന്ത് കാര്യം എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ വിട്ടുതരാം, അത് കുഴപ്പമില്ല. പക്ഷെ ചിലർ വിളിച്ചത് അളിയാ ഞങ്ങൾ നിങ്ങളുമായിട്ട് അത്ര കമ്പനിയല്ല, ഞങ്ങൾക്കറിയാം നീ ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ല, കാര്യം അവൻ നിന്നുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു, അതുകൊണ്ട് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളി. ആ ഒരു വാക്കുണ്ടല്ലോ അതൊരു ഭയങ്കര ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും അവരെയൊന്നും വിളിച്ച് കാണത്തില്ല. പക്ഷെ എന്നാലും ആ സമയത്ത് മൊമെൻറ്റിൽ വിളിക്കാൻ തോന്നിയവർക്കൊരു ബിഗ് താങ്ക്സ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഈ ഫ്രണ്ട്ഷിപ്പ്, നാമ്പിള്ളേരെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിചാരിക്കരുത് എല്ലാം അങ്ങനെ ആയിപ്പോയി. നമുക്കൊക്കെ തിരക്ക് വരും, പക്ഷെ എന്നാലും അടിപൊളിയായിരിക്കും. അത്
ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് പെമ്പിള്ളേരെ കാര്യത്തിലാണെന്നില്ല, നിങ്ങൾക്കും ഒക്കെ തിരക്കുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഇതാണ്, തിരക്ക് ഇസ് ഡിഫറെൻറ്റ്, ഒരുമിച്ചിരിക്കുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇതാണ് പറയാൻ തോന്നിയത്. ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ ഇന്ന് ഇതാണ് പറയാൻ തോന്നിയത്, അതുകൊണ്ട് ഇത് പറഞ്ഞു. ഓക്കെ ഗായ്സ്, അപ്പോൾ ബൈ.